അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉടമയോടുള്ള അടിമയുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലുമൊക്കെ ഉടമയോടുള്ള ഇലാഹായ റബ്ബിനോടുള്ള പ്രാർത്ഥന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഒന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരൻ ഇലാഹായ റബ്ബിനോട് തേടുന്ന അവസരത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിലൂടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്, ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവതൻ മാ തുറദ്ദു, നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന അവസരത്തിൽ തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതായത് നോമ്പ് തുറക്കുന്ന അവസരത്തിൽ അള്ളാഹുവിനോട് അവൻ ചോദിച്ചാൽ അവന് ഉത്തരം ലഭിക്കുമെന്നാണ് അതിൻ്റെ വിവക്ഷ. രണ്ടാമതായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്നതാണ്. മൂന്നാമതായി പരിചയപ്പെടുത്തിയത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ്. ഒരാൾ ആക്രമിച്ചു, ആ ആക്രമിക്കപ്പെട്ടവൻ, അക്രമം കൊണ്ടവൻ ആ സമയത്ത് പടച്ച റബ്ബിനോടെങ്ങാനും പ്രാർത്ഥിച്ചാൽ അതിനും ഉത്തരം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 3 വിഭാഗത്തിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്നതാണ് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.